ഈ ചൂടിന് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇഷ്ടമില്ലാത്തവരും കുടിച്ചു പോകും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നും അങ്ങനെ ഇതിന്റെ ടേസ്റ്റ് ഒന്നും അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല. എന്നാൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും കുടിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും. അപ്പോൾ നമുക്കിത് റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂവപ്പൊടി എല്ലാവർക്കും അറിയാം ഈ ഒരു ചൂടത്ത് ശരീരത്തിന് ഒരുപാട് നല്ലതാണെന്നുള്ളത്. എന്നാൽ പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നും ഇതിന്റെ ടേസ്റ്റ് ഒക്കെ അത്ര ഇഷ്ടം ഉണ്ടാവാറില്ല. എന്നാൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഇഷ്ടമാവും കേട്ടോ. പിന്നെ നമ്മൾ കൂവപ്പൊടി വാങ്ങിക്കുമ്പോൾ നല്ലത് തന്നെ വാങ്ങിക്കണം കേട്ടോ. ഒന്നുകിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള കൂവപ്പൊടികളൊക്കെ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പൊ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ഹോം മെയ്ഡ് കൂവപ്പൊടി തന്നെയാണ് കേട്ടോ. നമുക്ക് 100% വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു കൂവപ്പൊടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ നല്ല കൂവപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അവർ കൊറിയറായിട്ട് അയച്ചു തരും. പിന്നെ ഞാനിതാ ആ ഒരു കൂവപ്പൊടിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കലക്കി എടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ കൂവപ്പൊടി കുറുകി വരും. അപ്പോൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നന്നായിട്ടങ്ങ് കുറുകി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ ഇതുപോലെ കട്ടയായിട്ട് വരും കേട്ടോ. പിന്നെ കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ ഇത് അടിച്ചെടുക്കാൻ വേണ്ട പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ കൂടുതലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാനും കൂടി വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കൂടുതൽ നല്ലതാണ്, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പാലോ വെള്ളമോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എത്രത്തോളാണോ നിങ്ങൾക്ക് ലൂസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് പാലോ വെള്ളമോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാം. പാല് കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഫ്ലേവറിനായിട്ട് ഇത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു 2 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് തണുപ്പിന് ആവശ്യമായിട്ട് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുതിർത്തെടുത്തിട്ടുള്ള സബ്ജ സീഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ ഇതിലേക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ കുടിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങയായിരിക്കണം, ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൂവമ്പഴം ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് കുടിക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഹെൽത്തിയും അതുപോലെ റീഫ്രഷിങ്ങും വയറിന് നല്ലൊരു തണുപ്പൊക്കെയാണ് ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ. പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്തൊക്കെ എന്തായാലും കുടിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്